നമസ്കാരം. CPIM കണ്ട ഏറ്റവും പ്രഗത്ഭരായ നേതാക്കളിൽ ഒരാളായിരുന്നു VS അച്യുതാനന്ദൻ. കർക്കശക്കാരൻ, കടുംപിടുത്തക്കാരൻ. മാധ്യമങ്ങൾക്ക് VSനോട് ദീർഘകാലം അത്ര പ്രതിപത്തി ഉണ്ടായിരുന്നില്ല. വരട്ട് തത്വവാദി എന്ന തരത്തിൽ കർശനമായ മാർക്സിസ്റ്റ് ദർശനങ്ങളിൽ അടിയുറച്ചു നിന്ന ഒരു നേതാവ് എന്ന നിലയിൽ VS എപ്പോഴും മാധ്യമങ്ങൾക്കെതിരായിരുന്നു. പിണറായി വിജയൻ എന്ന നേതാവിനെ CPMന്റെ നേതൃനിരയിലേക്ക് ഉയർത്തിയത് VS എന്ന കരുത്തനായിരുന്നു. VS പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൽ കയറാൻ വേണ്ടി AKG സെൻറ്ററിൽ വന്ന് കാത്തു നിന്നിരുന്ന ഒരു പിണറായി പണ്ടുണ്ടായിരുന്നു. എന്നാൽ പാർട്ടി സെക്രട്ടറി പദവിയിൽ എത്തിയതിനു ശേഷം VSനെ വെട്ടിനിരത്താനാണ് പിണറായി ആദ്യം തീരുമാനമെടുത്തത്. അങ്ങനെ VSും പിണറായിയും രണ്ടു ചേരികളിലായി. CPMന്റെ ചരിത്രത്തിൽ ഒരിടത്തുമില്ലാത്ത വിധത്തിലുള്ള വിഭാഗീയത തലപൊക്കി. ദേശാഭിമാനിയിലൂടെ VSനെ അപമാനിക്കാൻ പരിമിതികളുള്ളതുകൊണ്ട് കളങ്കിത കച്ചവടക്കാരനായ ഫാരിസ് അബൂബക്കറെ കൊണ്ട് ദീപിക ദിനപത്രം വിലയ്ക്ക് വാങ്ങിയാണ് VSനെതിരെ പിണറായി വിജയൻ പട നയിച്ചത്. അക്കാലത്ത് AKG സെൻറ്ററിൽ നിന്നും എഴുതി ഫാക്സ് ചെയ്യുന്ന എഡിറ്റോറിയലുകളായിരുന്നു ദീപികയിൽ പ്രസിദ്ധീകരിച്ചിരുന്നത് എന്നത് ഓർക്കുക. ഈ പോരിലെ ഏറ്റവും ഭയാനകമായ അവസ്ഥയായിരുന്നു 1996 തൻ്റെ ജന്മനാട്ടിൽ VS അച്യുതാനന്ദൻ പരാജയപ്പെട്ടത്. VS പരാജയപ്പെട്ടപ്പോൾ ഇടതുമുന്നണി വിജയിച്ചു. അങ്ങനെ മുഖ്യമന്ത്രിയാവാനുള്ള VSന്റെ ഏറ്റവും സുപ്രധാനമായ അവസരം നഷ്ടപ്പെട്ടു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിക്കാൻ കാത്തിരുന്ന VSനെ പ്രതിപക്ഷ നേതാവിൻ്റെ വസതി പോലും ഒഴിഞ്ഞു പോവേണ്ടി വന്നു. പിന്നെ 2001 നടന്ന തെരഞ്ഞെടുപ്പിൽ VS ജയിച്ചെങ്കിലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് UDF ആയിരുന്നു. അന്ന് വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനം VSനെ തേടിയെത്തി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VS അച്യുതാനന്ദൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോളിളക്കമുണ്ടാക്കുന്നു. 2006 തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരും എന്ന സാഹചര്യം രൂപപ്പെടുന്നു. പക്ഷേ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ VSനെ വെട്ടാൻ തീരുമാനിക്കുന്നു. പിണറായിയുടെ നേതൃത്വത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് VSനെ സീറ്റ് നിഷേധിച്ചുകൊണ്ട് വിചിത്രമായ തീരുമാനമെടുക്കുന്നു. പക്ഷേ കേരളം അതിശക്തമായി പ്രതികരിക്കുന്നു. പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, പൊതുസമൂഹം ഒരുമിച്ച് ആ രാത്രിയിൽ കേരളം മുഴുവൻ പ്രകടനം നടത്തുന്നു. VSന് അനുകൂലമായ അന്തരീക്ഷം കേരളത്തിൽ ഞൊടിയിടയിൽ രൂപം കൊള്ളുന്നു. VSനെ വരട്ടുവാദി എന്ന് വിളിച്ചിരുന്ന മനോരമയടക്കമുള്ള മാധ്യമങ്ങൾ VS സ്തുതികളാൽ നിറയുന്നു. ഒടുവിൽ നിവൃത്തിയില്ലാതെ പോളിറ്റ് ബ്യൂറോ VSനെ മത്സരിക്കാൻ അവസരം കൊടുക്കുന്നു. ആ ഒരു വിവാദമാണ് VS അച്യുതാനന്ദനെ കേരളത്തിൻ്റെ ഇഷ്ടനായകനാക്കി മാറ്റുന്നത്. അന്ന് വരെ ഉണ്ടായിരുന്ന VSന്റെ വരട്ടുവാദി എന്ന ഇമേജ് അതോടെ കൊഴിഞ്ഞു പോവുകയാണ്. സമാനമായ ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ രൂപപ്പെട്ടത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യതയുള്ള അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് K സുധാകരൻ. പക്ഷേ ഗ്രൂപ്പ് വടംവലിയുടെയും വീതം വയ്പിൻ്റെയും ഭാഗമായി ഒരിക്കൽ പോലും പ്രധാനപ്പെട്ട പദവി സുധാകരന് ലഭിക്കുന്നില്ല. നേരത്തെ തന്നെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ CPIM എന്ന പാർട്ടിയുടെ കഥ കഴിയുമായിരുന്നു. പാർട്ടി ഗ്രാമങ്ങളാൽ സമ്പന്നമായ കണ്ണൂരിൽ നിന്ന് പാർട്ടിക്കെതിരെ പോരാടി ബോംബുകളോടും വടിവാളുകളോടും ഏറ്റുമുട്ടിയാണ് K സുധാകരൻ പാർട്ടിയെ നയിച്ചതും മുമ്പോട്ട് കൊണ്ടുപോയതും. ഒടുവിൽ അദ്ദേഹത്തിന് പേരിന് വേണ്ടി കൊടുത്ത KPCC പ്രസിഡന്റ് സ്ഥാനം പോലും എടുത്തു കളഞ്ഞ് അദ്ദേഹത്തെ ഡൽഹിക്ക് അയക്കുന്നു. പക്ഷേ സുധാകരൻ ഒരു കാര്യം തിരിച്ചറിയുന്നു: ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ തൻ്റെ കരിയറിൽ ഇനി പ്രത്യേകിച്ച് അവസരമൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് സുധാകരൻ കലാപത്തിനിറങ്ങുന്നു. MPമാരാരും മത്സരിക്കേണ്ടതില്ല എന്ന് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം തന്നെ പാളുന്ന തരത്തിലേക്ക് ഈ പ്രതിസന്ധി മുമ്പോട്ട് പോകുന്നു. ഒടുവിൽ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെയുടെയും ഒക്കെ മധ്യസ്ഥതയിൽ നേരം വെളുക്കുവോളം സീറ്റ് ചർച്ച നടത്തി തീരുമാനമാകാതെ വന്നപ്പോൾ MPമാരാരും മത്സരിക്കേണ്ട എന്ന തീരുമാനമെടുക്കുന്നു. ആകപ്പാടെ 100 സീറ്റുള്ള കോൺഗ്രസ് പാർട്ടി MPമാരെ നിയമസഭയിലേക്ക് കൊണ്ടുവന്നാൽ പാർട്ടിക്ക് ക്ഷീണമാകും എന്ന ധാരണയിലെത്തുന്നു. അങ്ങനെ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന അടൂർ പ്രകാശിനും K സുധാകരനും സീറ്റ് നിഷേധിക്കപ്പെടുന്നു. പിന്നെയാണ് ട്വിസ്റ്റ് ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് പത്രസമ്മേളനം വിളിച്ച് കോൺഗ്രസ് പാർട്ടി വിടുന്നതായി പ്രഖ്യാപിക്കാൻ സുധാകരൻ തീരുമാനിക്കുന്നു. ഇനി എനിക്ക് എൻ്റെ വഴി, നിങ്ങൾ നിങ്ങളുടെ വഴിയെ പോകൂ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന സുധാകരൻ പത്രസമ്മേളനത്തിന് മുൻപ് വേണ്ട ചർച്ചകൾ നടത്തുന്നു.
സുധാകരൻ BJP-യിലേക്ക് വരും എന്ന് കണക്കാക്കി BJP കണ്ണൂർ സീറ്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ഒഴിച്ചിടുന്നു. സുധാകരൻ്റെ അടുത്ത ബന്ധുക്കളുമായി BJP ചർച്ച നടത്തുന്നു. സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി മത്സരിക്കാനുള്ള സാധ്യതയടക്കം സുധാകരൻ ചർച്ച ചെയ്യുന്നു. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള സകല നീക്കങ്ങളും പാളിപ്പോകുന്നു. സുധാകരൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ടുള്ള പോക്ക് പ്രയാസത്തിലാകും എന്ന് ഒടുവിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലാവുന്നു. മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്ന രമേശ് ചെന്നിത്തല മാത്രമല്ല, മുതിർന്ന നേതാവായ AK ആന്റണിയും സംഭവത്തിൽ ഇടപെടുന്നു. സുധാകരനെ വെറുപ്പിച്ചാൽ, സുധാകരൻ ഒറ്റയ്ക്ക് നിന്നാൽ UDF-നോടുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നും സുധാകരന് അനുമതി കൊടുക്കണമെന്നും ഒടുവിൽ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം സുധാകരൻ്റെ മാത്രം വിജയമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും ഹൈക്കമാൻഡും രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഒക്കെ ഒരുമിച്ച് തീരുമാനിച്ചിട്ടും ആ തീരുമാനത്തെ മറികടന്ന് സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുകയാണ്. സുധാകരന് സീറ്റ് നിഷേധിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ കണ്ണൂർ നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയവർ നാളെ സുധാകരന് വേണ്ടി നഗരത്തെ സ്തംഭിപ്പിക്കുന്ന മഹാസമ്മേളനത്തിന് പാതയൊരുക്കുന്നു. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും മുഖ്യമന്ത്രിയാവാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി സർജിക്കൽ സ്ട്രൈക്ക് നടത്തി K സുധാകരൻ കൂടി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. സുധാകരൻ്റെ ഈ രംഗപ്രവേശം കോൺഗ്രസ് പാർട്ടിക്കുണ്ടാക്കുന്ന ആത്മവിശ്വാസം ചില്ലറയല്ല. സുധാകരൻ പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യത്തിൽ നിരാശരായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെല്ലാം വീണ്ടും ആവേശഭരിതരാകുന്നു. സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറ്റവും ആവേശമുള്ള നേതാവാണ് സുധാകരൻ. സുധാകരൻ പാർട്ടി വിട്ടു പോകുന്നത് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണമായെങ്കിലും സുധാകരൻ മത്സരിക്കുന്നതും സജീവമായി രംഗത്തുണ്ടാവുന്നതും ആവേശം ഇരട്ടിപ്പിക്കുകയാണ്. KS എന്ന കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നതോടെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതീക്ഷ വീണ്ടും തളിർക്കുകയാണ്. KS കോൺഗ്രസ് പാർട്ടി വിട്ടുപോകും എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ വേദനിച്ചവർ ഒരുപാടുണ്ടായിരുന്നു. അവർ വേദനയോടെ, ആശങ്കയോടെ പല കുറിപ്പുകളും എഴുതി. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഷുഹൈബും സജിത് ലാലും ലോനാപ്പിയും ബെന്നിയും ദാസനും വസന്തനും തൊട്ട് കണ്ണൂരിൽ മാത്രം എത്രയോ മനുഷ്യർ കോൺഗ്രസിൻ്റെ മൂവർണ്ണക്കൊടി പിടിച്ചതിൻ്റെ പേരിൽ രക്തം തേവി ജീവൻ വെടിഞ്ഞാണ് ഈ പ്രസ്ഥാനത്തിന് ജീവൻ നൽകിയത്. കണ്ണൂരിലെ രക്തസാക്ഷികളുടെ നേതാവാണ് പ്രിയപ്പെട്ട സുധാകരേട്ടൻ. ആ രക്തസാക്ഷികളുടെ മാത്രമല്ല, കേരളത്തിലെ ഉശിരുള്ള പ്രവർത്തകരുടെ ഊർജമാണ് നിങ്ങൾ. കണ്ണൂർ MLA എന്നല്ല, കേരള മുഖ്യമന്ത്രി എന്നതുപോലും കേവലം പദവികൾ മാത്രമാണ്. അതിലൊക്കെ എത്രയോ വലിപ്പമുള്ള സ്ഥാനത്താണ് പ്രിയ KS നിങ്ങൾ ഇന്നിരിക്കുന്നത്. പേരിന് പിന്നിലുള്ള അക്ഷരങ്ങൾ അല്ലല്ലോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പദവി. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ KS നിങ്ങൾക്കറിയാൻ. ജീവൻ വേണേൽ തന്നേക്കാം എന്ന് പ്രവർത്തകർ താങ്കൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് ആലങ്കാരികമല്ലല്ലോ, അത് അർത്ഥവത്തായതല്ലേ? ഒരു പദവിയുമില്ലാതെ ഒരു മൂവർണ്ണക്കൊടിയും പിടിച്ച് KS നിങ്ങൾ കാസർഗോഡ് നിന്ന് ഒറ്റയ്ക്ക് യാത്ര തിരിച്ചാൽ ആ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ ഒരു ജനസാഗരമാകും. നിങ്ങൾക്ക് പ്രാണൻ പകുത്തു നൽകിയ പ്രവർത്തകരെ നിങ്ങൾക്കറിയില്ലേ KS? അതൊക്കെയും പക്ഷേ കോൺഗ്രസ്സുകാരനായ ഞങ്ങളുടെ സുധാകരനേട്ടനോടുള്ള സ്നേഹമാണ്. അങ്ങനെ ജീവന തുല്യം അങ്ങയെ സ്നേഹിക്കുന്ന ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ അങ്ങ് സങ്കടപ്പെടുത്തരുത്. അങ്ങേക്കെതിരെ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന് മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചാൽ തന്നെ ഈ വാർത്തകളിൽ കേൾക്കുന്നതൊക്കെ കള്ളമാണ് എന്ന് അങ്ങേക്ക് പറയേണ്ടി വരും. കണ്ണൂരിൽ അങ്ങാണ് സ്ഥാനാർത്ഥി എന്ന് നേതൃത്വം പ്രഖ്യാപിച്ചാൽ ആഹ്ലാദത്തോടെ ഞങ്ങളത് ഏറ്റെടുക്കും. അതല്ലെങ്കിൽ അങ്ങ് നയിക്കണം കണ്ണൂരിനെ മാത്രമല്ല കേരളത്തിലെ പ്രവർത്തകരെ. അങ്ങ് കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ച് പ്രവർത്തകരെ ആവേശപ്പെടുത്തണം. ഈ ദുർഭരണം നമുക്ക് വലിച്ചെറിയണം. ബ്രണ്ണൻ കോളേജിൽ വെച്ച് ചവിട്ടി താഴെയിട്ടതുപോലെ താഴെയിടണം. പദവികളല്ല, പ്രവർത്തകരുടെ മനസ്സിലെ സ്ഥാനമാണ് വലുത്. രക്തസാക്ഷികളുടെ നേതാവിനെ രക്തസാക്ഷികളെ വേദനിപ്പിക്കാനാവില്ല, തീർച്ച. ഇത്തരം നൊമ്പരപ്പെടുത്തുന്ന കുറിപ്പുകൾ വന്നു നിറഞ്ഞതോടെ സുധാകരനില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി കോൺഗ്രസ് പാർട്ടി. അങ്ങനെ ഒടുവിൽ സുധാകരന് നറുക്കുവീണിരിക്കുന്നു. അതെ, കണ്ണൂരിൻ്റെ സ്വന്തം KS, കേരളത്തിൻ്റെ K സുധാകരൻ ഇനി കോൺഗ്രസ് പാർട്ടിയെ നയിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഉണ്ടായ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് സുധാകരൻ്റെ ഊർജം കോൺഗ്രസ് പാർട്ടിയുടെയും UDF-ൻ്റെയും വിജയത്തിന് കാരണമാകും. അടൂർ പ്രകാശിനെയും എൽദോസ് കുന്നപ്പള്ളിയെയും പോലുള്ളവർ ഉയർത്തുന്ന മുറുമുറുപ്പ് ആരും ഗവനിച്ചെന്ന് വരില്ല. K സുധാകരൻ മുൻപിൽ നിന്ന് നയിക്കുമ്പോൾ UDF-ന് ഇരട്ടി ആത്മവിശ്വാസമാണ്.